എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറുസലേ, നീ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം മാറ്റി ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്നുള്ള സൗന്ദര്യം എന്നേക്കുമായി ധരിക്കുക. ആദ്യം തന്നെ ഉണ്ണീശോയുടെ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ ഞാൻ നേരുന്നു. ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. മരുഭൂമിയിലേക്ക് ഇന്നത്തെ സുവിശേഷം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇസ്രായേലിന്റെ വെളിപാടുണ്ടാകുന്നത് വരെ യോഹന്നാൻ മരുഭൂമിയിൽ തന്നെയായിരുന്നു. മരുഭൂമിയിൽ വെച്ചാണ് ദൈവത്തിന്റെ അരുളപ്പാടിലൂടെ വചനം ലഭിക്കുന്നത്. പഴയ നിയമം മരുഭൂമിക്ക് ഒരു പ്രത്യേക ആധ്യാത്മികത പകർന്നു നൽകുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ ദൈവം മരുഭൂമിയിലൂടെ നയിക്കുന്നുണ്ട്. അടിമത്തത്തിന്റെ വാഹനത്തിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്ര. ദൈവം സ്വജനവുമായി ഉടമ്പടി സ്ഥാപിക്കുന്നതും മരുഭൂമിയിൽ വെച്ചാണ്. ഇസ്രായേൽ ജനത്തിന്റെ പല സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതും മരുഭൂമിയിൽ വെച്ച് തന്നെ. മരുഭൂമിയുടെ നിശബ്ദത അനുഭവിച്ചറിഞ്ഞ യോഹന്നാൻ ദൈവസ്വരമായി മാറിയതുപോലെ ഈ ആഗമന കാലത്തിന്റെ അവസാന നാളുകളിലേക്ക് നാം പ്രവേശിക്കേണ്ടിയിരിക്കുമ്പോൾ ദൈവസ്വരമായി മാറുവാനായി നമ്മുടെ ജീവിതത്തെ നമുക്ക് സജ്ജമാക്കാം. കർത്താവിനെ വഴിയൊരുക്കുകയും അവന്റെ പാതകൾ നേരെയാക്കുകയും താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും. പ്രിയ സഹോദരങ്ങളെ, ഉണ്ണീശോയ്ക്ക് വന്ന് പിറക്കുവാനായി നമ്മുടെ ഹൃദയത്തെ ഒരു പുൽത്തൊഴുത്താക്കി നമുക്ക് സജ്ജമാക്കാം. വിശുദ്ധ സ്നാപക യോഹന്നാനെ പോലെ നിശബ്ദതയിലും ഏകാന്തതയിലും ദൈവസ്വരം തിരിച്ചറിയുന്നവരാകാം. ഈ ആഗമന കാലത്തിൽ പുണ്യപ്രവർത്തികളാലും നന്മകളാലും നമ്മുടെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് ഉണ്ണീശോയെ വരവേൽക്കുവാനായി ആനന്ദത്തോടും സന്തോഷത്തോടും കൂടി നമുക്കായിരിക്കാം. അതിനായി നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ ഞാൻ നേരുന്നു.